ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫ്രാൻസ് കാഫ്ക എഴുതിയ എ ഡോൾസ് ജേണി എന്ന കവിതയുടെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തെടുക്കുക. ഇതൊരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അതായത് അനക്ഡോട്ട് എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ ഒരു സംഭവ കഥ. ഫ്രാൻസ് കാഫ്കയുടെ ഓട്ടോബയോഗ്രഫിയിലുണ്ടായ ഒരു നടന്ന സംഭവമാണ് ഇവിടെ പറയുന്നത്. ഈ സ്റ്റോറിയിൽ ഒരു പെൺകുട്ടിയുടെയും അവളുടെ ഡോളിൻ്റെയും കഥയാണ് പറയുന്നത്. ഇതിലെ നറേറ്ററാണ് ഇമ്പോർട്ടൻ്റ് ആയ റോള് കൈകാര്യം ചെയ്യുന്നത്. ഇനി നമുക്ക് സ്റ്റോറി നോക്കാം. ശനിയാഴ്ച ഒരു ഉച്ച സമയമായിരുന്നു. നമ്മുടെ നറേറ്റർ ബെർലിനിലെ പാർക്കിലൂടെ നടക്കുകയായിരുന്നു. അവിടെ വെച്ച് ഒരു ഗേളിനെ കാഫ്ക കണ്ടുമുട്ടുന്നു. അവൾ അവിടെ നിന്ന് കരയുകയായിരുന്നു. ആ പെൺകുട്ടി കരയുന്നതിന് കാരണം അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാവയുണ്ട്, അത് കാണാതായി. അതുകൊണ്ടാണ് ആ പെൺകുട്ടി കരയുന്നത്. കാഫ്ക എന്ത് ചെയ്തു? അവളുടെ കൂടെ ആ പാവ അന്വേഷിക്കാനായി നടന്നു. പക്ഷേ പാവയെ കണ്ടു കിട്ടിയില്ല. ആ പെൺകുട്ടിയെ കാഫ്ക സമാധാനിപ്പിച്ചു. അങ്ങനെ കാഫ്ക അവൾക്കൊരു പ്രോമിസ് കൊടുത്തു. എന്താണ് ആ പ്രോമിസ്? നെക്സ്റ്റ് ഡേ പാവയെ തിരയാൻ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്. അങ്ങനെ നെക്സ്റ്റ് ഡേ ഈവനിങ്ങും അവർ തമ്മിൽ പാർക്കിൽ വെച്ച് കണ്ടുമുട്ടി. കുറച്ചു നേരം പാവയെ അവർ തിരിഞ്ഞു നടന്നു. കാഫ്കയ്ക്ക് ബെഞ്ചിനടിയിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടിയതായി അദ്ദേഹം അഭിനയിച്ചു. ആ കത്ത് അയാൾ പെൺകുട്ടിക്ക് കൊടുത്തു. ആ ലെറ്റർ മുന്നേ കാഫ്ക പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നതായിരുന്നു. ഡോൾ എഴുതുന്ന പോലെയായിരുന്നു അദ്ദേഹം ആ കത്ത് എഴുതിയത്. ആ കത്തിൽ പറഞ്ഞത്, എന്നെക്കുറിച്ച് ആലോചിച്ച് നീ കരയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ലോകം ചുറ്റിക്കാണുന്ന ട്രിപ്പിലാണ്. തിരിച്ചു വന്നാൽ ഞാൻ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയാം. ഡോളിൻ്റെ കത്ത് കണ്ടിന്യൂസ് ആയിട്ട് ആ പെൺകുട്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഡോളിൻ്റെ അഡ്വഞ്ചേഴ്സായ കാര്യങ്ങളൊക്കെ ആ കത്തിൽ എഴുതിയിരുന്നു. അതൊക്കെ വായിച്ചപ്പോൾ ആ ഗേളിന് ഒരുപാട് സന്തോഷമായി. പക്ഷേ അവളുടെ സന്തോഷം കുറച്ചു നേരത്തേക്ക് മാത്രമായിരുന്നു. ഓരോ നാളുകൾ കഴിയുമ്പോഴും ആ പെൺകുട്ടി ഭയങ്കര സങ്കടത്തിലാവുകയാണ്. അത് കാഫ്ക നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവളുടെ പാവ അവളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ അവൾ അതിയായി ആഗ്രഹിച്ചു. കാഫ്ക ലെറ്റർ എഴുതുന്നത് സ്റ്റോപ്പ് ചെയ്തു. ലെറ്റർ എഴുതുന്നതിന് പകരം വേറൊരു വഴി അദ്ദേഹം കണ്ടെത്തി. കുറച്ച് ദിവസമായി കത്തുകളൊന്നും വരുന്നില്ല. അങ്ങനെ ഒരു ദിവസം കാഫ്ക ആ പെൺകുട്ടിയോട് പറഞ്ഞു, ഡോള് വിവാഹം കഴിക്കാൻ പോവുകയാണ്. ട്രിപ്പിനിടയിൽ വെച്ച് കാഫ്ക ഡോളിനെ കണ്ടുവെന്നും ഡോള് മാരേജ് ചെയ്യാൻ പോകുന്ന ആളിനെ പരിചയപ്പെടുത്തി കൊടുത്തുവെന്നും കാഫ്ക അവളോട് പറഞ്ഞു. കൂടാതെ ഡോള് പറഞ്ഞു, കല്യാണത്തിൻ്റെ തിരക്കായതുകൊണ്ടാണ് എനിക്കിപ്പോഴ് കത്തുകളൊന്നും എഴുതാൻ സാധിക്കാത്തത്. അതുകൊണ്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണെന്ന് ആ പെൺകുട്ടിയോട് പറയാനും കാഫ്കയോട് പറഞ്ഞു. തിരക്കൊക്കെ കഴിഞ്ഞിട്ട് കത്തെഴുതാമെന്ന് പ്രോമിസ് തന്നിട്ടുണ്ടെന്നും പെൺകുട്ടിയോട് കാഫ്ക പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ആ പെൺകുട്ടി വളരെയധികം സന്തോഷത്തിലായി. ആ ഡോളിനെ മീറ്റ് ചെയ്യാനായി കാത്തിരിക്കുകയാണ് ആ പെൺകുട്ടി. ഡോളിനെ കണ്ടെന്നും ഡോള് മാരേജ് ചെയ്യാൻ പോവുകയാണെന്നതുമൊക്കെ കാഫ്കയുടെ ഇമാജിനേഷനാണ്. ഡോളിനെ കാണാതെ ആ പെൺകുട്ടി വിഷമിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്.